പോയത് കണ്ടില്ലേ? നമുക്ക് പോയിക്കൂടെ ഒപ്പം? എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇപ്പോഴും ഭരതന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഒരിറ്റ സ്നേഹം ബാക്കിയുണ്ട്. അത് നഷ്ടപ്പെടുത്തരുത്. ഇത് മയക്കുമരുന്നാടായത്. ഇതിവിടെ കൊണ്ടുവച്ച ഞങ്ങൾ തന്നെ. മയക്കുമരുന്ന് കേസിൽപ്പെട്ട അകത്തായാൽ നീ അടുത്ത കാലത്തൊന്നും പുറലോകം കാണും. ഭരതനെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നെ അയാൾക്ക് വേണം. വേണമെന്നല്ല, കിട്ടിയേ തീരൂ. ഭരതൻ വരും മുതലാളി. ഇരുമ്പഴി തകർത്തിട്ടായ ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ നേരെ SP മഹേന്ദ്രന്റെ അടുത്തേക്ക് പോകും. എന്തിനാടാ? അത് നിങ്ങളെ വിലങ്ങിന്റെ കിലുക്കം കേൾപ്പിക്കാൻ. ഒരിക്കലും അവനെന്നെ കേൾപ്പിച്ചതാ. അപ്പൊ നീ ജയിലിലായിരുന്നു. പക്ഷെ എന്നെ തൊട്ട കൈ പൊള്ളുന്നു അതോടെ അയാൾ അറിഞ്ഞു. അവസാനമായിട്ട് ഞാൻ പറയാം, എന്നെ വെറുതെ വിട്. നിങ്ങളുടെ ഒരു രഹസ്യവും എന്റെ നാവിൽ നിന്ന് ചോരും. മരണം വരെ ഞാൻ നിങ്ങളെ ആർക്കും ഒറ്റ കൊടുക്കില്ല. നിന്നെ വെറുതെ വിടണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷനുള്ളൂ. മറന്നേക്കണോ ആ പെണ്ണിനെ? മറക്കാൻ പറ്റില്ല. എങ്കിലും അനുഭവിക്ക്. ഇനി ഒരു 10 കൊല്ലം കൂടി ഇരുമ്പഴികൾ എണ്ണി കളിക്കാം. ആ പിന്നെ എപ്പോ മനസ്സ് മാറിയാലും ഓടി വരാൻ ഞാൻ. നീ പറയുന്നതൊക്കെ തന്നെ നിന്നെ എന്റെ മാത്രമാക്കാം. ഓക്കെ ബോയ്? സർ, വരൂ വരൂ. വീണ്ടും ശല്യപ്പെടുത്തുകയാ ഞാൻ. സാരമില്ല, പറഞ്ഞോളൂ. എന്താ പ്രശ്നം? ആ പുതിയ DYSP പിന്നെയും ഭരതനെ പിടിച്ചുകൊണ്ട് പോയി. ഞാൻ അറിഞ്ഞു. പക്ഷേ ഇത്തവണ രക്ഷിക്കാൻ പറ്റില്ല. തെളിവുകളോടെയാ ബോസ് അയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ തെളിവുകൾ വിശ്വേട്ടൻ ഉണ്ടാക്കിയതാണ് സർ. അദ്ദേഹം ഭരതനെ ശിക്ഷിക്കുകയാണ്, കൂടെ വരാത്തതുകൊണ്ട്. ഒരു ക്രിമിനലിന് വേണ്ടി നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പണ്ടവൻ ക്രിമിനൽ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അവൻ നല്ലവനായി. മനുഷ്യരെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുന്ന ഒരു കൊടും ഭീകരന് എങ്ങനെ പെട്ടെന്നൊരു ദിവസം നല്ലവനായി മാറാൻ പറ്റും? ഇറ്റ്സ് ഇംപോസിബിൾ. ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അനുഭവിച്ചിട്ടാണ് ഭരതൻ പുറത്തു വന്നത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അവനെ ശിക്ഷിക്കരുത് സാർ. എന്തിനാണ് നിങ്ങൾ ഭരതനെ എപ്പോഴും രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അവൻ കുറ്റവാളി അല്ലാത്തതുകൊണ്ടാ. അതെങ്ങനെ തെളിയിക്കാൻ പറ്റും? മയക്കുമരുന്ന് ഭരതന്റെ വീട്ടിൽ കൊണ്ടുവച്ച ആളെ ഞാൻ കാണിച്ചു തരാം സാർ. അയാളെ കൊണ്ട് സത്യം പറയിച്ചൂടെ? ഒരേ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ആരാടാ ഭരതന്റെ വീട്ടിൽ ബ്രൗൺ ഷുഗർ കൊണ്ടുവച്ചത്? ഒന്നിറങ്ങി വരണം പുറത്തേക്ക്. എണീക്കടാ. ഇയാളെ അറിയാമോ തനിക്ക്? ഇല്ല സർ. തനിക്കോ? അറിയാം സർ. എങ്ങനെ അറിയാം? പലപ്പോഴും ഈ സാറ് ബംഗ്ലാവിൽ വരാറുണ്ട്. എന്തിനായി സാറ് അവിടെ വരുന്നത്? അത് പിന്നെ എല്ലാം തത്ത പറയുന്ന പോലെ പറയാൻ സമ്മതിച്ചിട്ടാ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പറയട്ടെ സൂസ, ഇയാൾ എന്തിനാ ആ ബംഗ്ലാവിൽ വരുന്നത്? മുതലാളി സാറിന് പണം കൊടുക്കാറുണ്ട്. അതെന്തിനാ? വിശ്വംഭര മുതലാളിയെ സഹായിക്കാൻ വേണ്ടി മൂന്നാറിൽ നിന്ന് വരുത്തിയത് സാറിനെ. എന്നിട്ട് എങ്ങനെയൊക്കെ സഹായിച്ചു വിശ്വംഭരനെ? മോനെ ദിനേശ, ചോദിച്ചത് കേട്ടില്ലേ? ഉത്തരം വേണം എനിക്ക്, അല്ലെങ്കിൽ സത്യമായിട്ട് മേടിക്കും നീ. അത് അരുതാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ
ഉത്തരം പാതി കിട്ടി. മറ്റേ പാതി എപ്പോ പറയും ബോസേ? ഇടികിട്ടി മുഖം ചളങ്ങിട്ടോ. മുതലാളി എന്നെ പല വിധത്തിലും സഹായിച്ചിട്ടുണ്ട്. പ്രത്യുപകാരം വേണമെന്ന് പറയുമ്പോ തനിക്ക് ഭേദപ്പെട്ട ശമ്പളം കിട്ടുന്നില്ലേ ബോസ്? പിന്നെ എന്തിനാ വിശ്വംഭരുടെ കിമ്പളം? അങ്ങനെ വാങ്ങുന്ന പണത്തിന് ചോരയുടെ ചൂരുണ്ടാവും. ഇനി ഞാൻ തന്നോട് എനിക്ക് വെറുപ്പല്ല, അറപ്പാ. ഈ യൂണിഫോമിന് ദേശീയ പതാകയുടെ വിശുദ്ധിയുണ്ടെന്ന് ഇത്രയും കാലമായിട്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരേണ്ടി വരും എനിക്ക്. പറയടാ, ആരാ ബ്രൗൺ ഷുഗർ ഭരതന്റെ വീട്ടിൽ കൊണ്ടുവച്ചത്? ഈ സാറ് പറഞ്ഞിട്ടാ. ആരാ പിന്നിൽ? നീയും വിശ്വംഭരന് മുന്നിൽ അനുസരണയുള്ള അൽസേഷനാണ് അല്ലടാ? ഇപ്പോഴും തല്ലി ചതച്ചിട്ടുണ്ടാവും ഭരതനെ, അല്ലേ? ക്രിമിനലുകൾക്ക് വിടുപണി ചെയ്യേണ്ടവരല്ല, അവരെ പിടിക്കേണ്ടവരാ പോലീസ്. ഭരതൻ ഒരു ക്രിമിനൽ അല്ലേ സർ? ആയിരിക്കാം, പക്ഷെ ഈ കേസിൽ അവൻ നിരപരാധിയല്ലേ? തുറന്നു വിട്ടേക്ക്. അത് പിന്നെ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. റിലീസ്. എന്താ തീപ്പൊരി ഡയലോഗിലും പറയാനുണ്ടോ? ഇല്ല. പിന്നെന്താണോ ഞാൻ വരുന്ന വഴിയിൽ ഇങ്ങനെ ഒരു ബ്ലോക്ക്? ഇടയ്ക്കിങ്ങനെ VIP-കളെ മുഖം കാണിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല വിശ്വംഭര. മുഖം കണ്ടില്ലേ? ഇന്ന് രാത്രി നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാം. ഉറങ്ങിക്കൊള്ളാം. ഏതായാലും ദർശനം തന്നെ പ്രസാദിച്ചല്ലോ. അപ്പോ ചില കാര്യങ്ങൾ നിശ്ചയമായും ചോദിക്കാം. അതിനെന്താ, ചോദിച്ചോളൂ. ഒരു ഇടി കിട്ടുമ്പോൾ സത്യം മുഴുവൻ വിളിച്ചു പറയുന്ന ഗുണ്ടകളെ ഒപ്പം നിർത്തരുത്. അവന്മാർ ചിലപ്പോ നിങ്ങൾക്കിട്ട് പണി തരും. പോലീസിന്റെ മാപ്പുസാക്ഷ്യം ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ ഡിസൂസ? ഒരു ഇടി കൂടി കൊടുത്താൽ അവൻ പറഞ്ഞു തരും ഭരതന്റെ വീട്ടിൽ ബ്രൗൺ ഷുഗർ കൊണ്ടുവച്ചത് നിങ്ങൾ പറഞ്ഞിട്ടാണെന്ന്. പറയിപ്പിക്കാമായിരുന്നില്ലേ? പക്ഷേ തെളിവ് അങ്ങനൊന്നും വേണം സത്യത്തിന് പിന്നിൽ. പിന്നെ നിങ്ങൾ കളിച്ച ആ വൃത്തികെട്ട നാടകം അത് ഞാനും കളിക്കണം. നിങ്ങളുടെ ബംഗ്ലാവിൽ ബ്രൗൺ ഷുഗർ കൊണ്ടുവച്ചിട്ട് അതൊരു ചീപ്പ് ഏർപ്പാടാണ്. നിങ്ങളെപ്പോലെ തരം തഴൻ പാടില്ലല്ലോ ഞാൻ. കറക്റ്റ്. പക്ഷെ ഭരതന്റെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല മഹേന്ദ്ര. ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യം അത് മാത്രമാണ്. ഭരതനും നിങ്ങളും ചേർന്ന് എന്തിനാ ഇങ്ങനെ ഒരു കബഡി കളി? അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒന്ന് വട്ടം കറക്കാൻ വേണ്ടിയാണ്. ഏതായാലും ഭരതനെ റിലീസ് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഡിസൂസ തിരിച്ചു വേണോ അവന്? വേണമെന്നില്ല, നിങ്ങളെടുത്തു. എനിക്കെന്തിനാ നിങ്ങൾ പറഞ്ഞ ആ മന്ദബുദ്ധി? കൊണ്ടുപോയ്ക്കോ, ഒരു കേസും ചാർജ് ചെയ്തിട്ടില്ല. പിന്നെ ബോസ് ഇനി അവൻ നിങ്ങളെ കാണുമെന്ന് തോന്നുന്നില്ല. അതെന്താ, കാണാൻ കണ്ണില്ല അവൻ? അതിന് ഞാൻ അയാളെ ടോർച്ചർ റൂമിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. എനിക്ക് വേണ്ടത് ഞാഞ്ഞൂലുകളെ അല്ല, വമ്പൻ തിമിംഗലങ്ങളെയാ. ഉദ്ദേശിച്ചത് എന്നെയാണെങ്കിൽ വന്നോ മഹേന്ദ്ര ബംഗ്ലാവിലേക്ക് എപ്പോ വേണമെങ്കിൽ വരും വിശ്വംഭര. നിങ്ങൾ വിളിക്കുമ്പോഴല്ല, ഓർക്കപ്പുറത്ത് ഒരു കൊള്ളിയാൻ പോലെ. അതിനു മുമ്പ് ഞാൻ ഭരതനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടാവും. എങ്കിൽ പിന്നെ എന്തിനാ അവനെ വിട്ടത്? കൈയോടെ ടോർച്ചർ റൂമിലേക്ക് കൊണ്ടുപോയിരുന്നില്ലേ? ഇപ്പോഴവൻ അഭിനയിക്കല്ലേ ഒരു തട്ടുപൊളിപ്പൻ നാടകം. കർട്ടൻ വീഴട്ടെ, എന്നിട്ട് മതി എനിക്കവൻ. അങ്ങനെയെങ്കിൽ അങ്ങനെ, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പോട്ടെ. എന്തായി വിജയേട്ടാ? ആ കല്യാണം നടന്നില്ല ശാരദേ. എന്തു പറ്റി? സമയമായപ്പോ രജിസ്റ്റർ ഓഫീസിൽ ഭരതൻ ചെന്നില്ലാത്രേ. ആളുകൾ പറയണതാ. അവനതും അതിനപ്പുറം ചെയ്യും വിജയേട്ടാ. ചെറ്റ. അല്ല, അശ്വതി എവിടെ? രജിസ്റ്റർ ഓഫീസിൽ നിൽക്കണത് കണ്ടവരുണ്ട്. പിന്നെ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. ഈശ്വരാ, എന്റെ മോള്. എത്ര വട്ടം പറഞ്ഞത് അവളോട് ഭരതൻ ചതിക്കുന്നു? അനുസരിച്ചോ? ഇപ്പൊ കണ്ടല്ലോ അവന്റെ തനിനിറം. ഒന്ന് പോയി അന്വേഷിക്കായിരുന്നില്ലേ വിജയേട്ടാ? എവിടെ പോയി അന്വേഷിക്കാനാ? രജിസ്റ്റർ ഓഫീസിൽ പോയി അന്വേഷിക്കണം. നമ്മൾ എന്തിനാ അവളെ അന്വേഷിച്ച് നടക്കണത്? കല്യാണം നടന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്നൂടെ അവൾക്ക്? ഇവിടെ നിന്ന് ആരും ഇറക്കി വിട്ടതല്ലോ, സ്വയം പോയതല്ലേ. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ മടി ഉണ്ടാവും അവൾക്ക്. വിജയേട്ടൻ പോയൊന്ന് വിളിക്കണം.
നമ്മളെ പൊന്നു മോളല്ലേ അവള്. വിജയേട്ടന് പോകാൻ മടിയുണ്ടെങ്കിൽ ഞാൻ പോകാം. നമ്മളോട് ആലോചിക്കാതെ തോന്നിയവാസം കാണിച്ചതല്ലേ, ആരും വിളിക്കാൻ പോണ്ട. കല്യാണം നടന്നില്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്ന് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞൂടെ? എന്തിനായി ഈ പിടിവാശി? എന്നാലും വിജയേട്ടാ. വേണ്ട ശാരദേ, നമ്മളെ ഉപേക്ഷിച്ചു പോയതല്ലേ, പോട്ടെ. പുകഞ്ഞ കൊള്ളി പുറത്ത്. വിജയേട്ടാ, എനിക്ക് വിശക്കുന്നു, നീ പോയി ചോറ് വിളമ്പ്. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞ്. നിന്റെ വിവാഹത്തിന് സാക്ഷിയായി അമ്മ മാത്രം മതി. അത് ഗുരുവായൂരപ്പന്റെ തീരുമാനമാ. ഇനി നിങ്ങളെ ആർക്കും പിരിക്കാൻ പറ്റില്ല. ഈ നിമിഷം മുതൽ നിന്റെ ചേച്ചി എന്റെ ആത്മാവിന്റെ അംശമാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അശ്വതിക്ക് ഒരാപത്തും ഉണ്ടാവില്ല. ഭരതന്റെ വാക്കായത്. ദീർഘസുമംഗലിയായിരിക്കട്ടെ. ഈ അനുഗ്രഹം പാഴായി പോവും. ദീർഘസുമംഗലിയാവാനല്ല, വിധവയാവാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മുഖം എന്താ വാടിയിരിക്കുന്നത്? ഒന്നുമില്ല. ഓ, അത് പറയാൻ തക്കവണ്ണമുള്ള അടുപ്പമായിട്ടില്ലല്ലോ നമ്മൾ തമ്മിൽ. സോറി. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അത് മുടങ്ങിയെന്നാണല്ലോ ഞാൻ കേട്ടത്. പോലീസ് കൊണ്ടുപോയില്ലേ ഭരതനെ? അവർക്ക് കേസൊന്നും ചാർജ് ചെയ്യാൻ പറ്റിയില്ല. കല്യാണത്തിന് എന്നെ വിളിച്ചില്ലല്ലോ. അങ്ങനെ ആഘോഷമായിട്ടൊന്നും ഉണ്ടായില്ല. ഭാനുമതി ഏട്ടത്തിയുടെ മുന്നിൽ വെച്ച് ഭരതൻ ചേച്ചിയുടെ കഴുത്തിൽ താലി ചാർത്തി, അത്ര തന്നെ. മായക്കിനി അയാളെ ഭരതനെന്ന് വിളിക്കാൻ പറ്റില്ല. ചേച്ചിയുടെ ഭർത്താവല്ലേ, ഏട്ടനെന്ന് വിളിക്കേണ്ടി വരും അല്ലേ? നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. സംസാരിക്കാം. ഒരു ഐസ്ക്രീം കഴിക്കുന്നതിൽ വിരോധമുണ്ടോ? ആകാം. എന്നാ വരൂ. ഇനി പറഞ്ഞോളൂ, എന്നോട് പറയാവുന്നതാണെങ്കിൽ. എന്താ, ഇഷ്ടമായില്ല കല്യാണം? അത് ആർക്കാ ഇഷ്ടപ്പെടാൻ പറ്റുക? ചേച്ചിക്ക് ഇഷ്ടമല്ലോ, പിന്നെ നമ്മൾ എതിർത്തിട്ട് എന്താ കാര്യം? നിങ്ങൾക്കറിയാലോ ഭരതൻ ആരായിരുന്നു എന്ന്. പിന്നെ എന്തിനാ മായേ നിന്റെ ചേച്ചി ഭരതനെ കല്യാണം കഴിച്ചത്? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഏട്ടനും ഏട്ടത്തേമേ സമ്മതിച്ചിരുന്നു ഈ കല്യാണത്തിന്? അതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? നിന്നെ എനിക്ക് തരുമെന്ന് ഒരിക്കൽ കൂടി ചോദിക്കാൻ. പിന്നെ എന്തിനാ മായേ നിന്റെ ചേച്ചി ഭരതനെ കല്യാണം കഴിച്ചത്? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഏട്ടനും ഏട്ടത്തേമേ സമ്മതിച്ചിരുന്നു ഈ കല്യാണത്തിന്? അതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? നിന്നെ എനിക്ക് തരുമെന്ന് ഒരിക്കൽ കൂടി ചോദിക്കാൻ. നിങ്ങൾക്കെന്താ വട്ടുണ്ടോ? ബാങ്കിൽ വെച്ച് നമ്മൾ കണ്ടപ്പോ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങൾക്ക് ശരിക്കും വട്ടുണ്ടായിരുന്നു. ആർക്കമിഡീസിനെ പോലെ യുറേക്കാന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ബാങ്കിൽ നിന്ന് ഇറങ്ങി ഓടുന്ന എന്നോട് പറഞ്ഞിരുന്നു. നിന്റെ ഏട്ടൻ പട്ടിയെ തല്ലുന്ന പോലെ എന്നെ തല്ലി ചതയ്ക്കുമെന്ന് അപ്പോഴൊന്നും കരുതിയിരുന്നില്ല ഞാൻ. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതാ സംഭവിക്കുന്നതൊക്കെ. അതുകൊണ്ട് എനിക്കിപ്പോഴും ഉറപ്പുണ്ട്, പ്രതീക്ഷിക്കാത്തത് സംഭവിക്കും. നമ്മുടെ കല്യാണം നടക്കും. കാത്തിരുന്നോളാം ഞാൻ. എത്ര കാലം? അത്
ഈശ്വരൻ തീരുമാനിക്കട്ടെ. എന്റെ കാര്യം പറഞ്ഞ് വീട്ടിലിപ്പോഴും അമ്മയോട് വഴക്കുണ്ടാക്കാറുണ്ടോ? എന്നെ കണ്ട അമ്മയ്ക്ക് അത് മാത്രമേ പറയാനുണ്ടാവൂ. അമ്മയുടെ ലോകത്തിപ്പോ ഞാനും യമുനയും മായും മാത്രമേ ഉള്ളൂ. ഇപ്പോഴെന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ വീട്ടിൽ നിന്നാരും വരാത്തത്? എപ്പോഴും ഒരേ കാര്യമല്ലേ പറയാനുള്ളത്. എല്ലാവർക്കും അടുത്ത് കാണും. എന്നാലും യമുന മനഃപൂർവ്വം അല്ലെങ്കിലും ഞാൻ അവളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. കല്യാണ പെണ്ണായി ഒരുങ്ങി കാവിലേക്ക് പോകുന്നതിന് മുമ്പെങ്കിലും ഞാൻ അവളെ പോയി കാണേണ്ടതായിരുന്നു, തടയേണ്ടതായിരുന്നു. ശരിയാ, അവൾക്കതൊരു വലിയ ആഘാതമായിട്ടുണ്ടാവും. തകർന്ന മനസ്സുമായിട്ടാ അവൾ എന്നെ കാണാൻ വന്നത്. പക്ഷേ യമുന ഒരിക്കലും തറവാട്ടുകാവിൽ എന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അവിടെ വരില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്ന് അവൾ പറഞ്ഞോ? പറഞ്ഞു. പിന്നെ എന്തിനാ അവൾ? അതറിയില്ലേ. ഞാൻ വരാത്തതുകൊണ്ടാണ് കല്യാണം മുടങ്ങിയതെന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ. അവളവിടെ അഭിനയിക്കായിരുന്നു. കാണുന്നവരെ മുഴുവൻ കരയിപ്പിക്കാനുള്ള ഒരു നാടകം. ഈശ്വര, ഈ പെണ്ണിന് ഇതെന്തു പറ്റി? ഇങ്ങനെയൊന്നും അല്ലല്ലോ അവൾ എന്നോട് പറഞ്ഞത്. ഞാൻ നിന്നെ സ്നേഹിച്ചതിന് അങ്ങനെയാണ് അവൾ എന്നെ ശിക്ഷിച്ചത്. ഇനി നാട്ടുകാരറിഞ്ഞ് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. അങ്ങനെ കരുതിയിട്ടുണ്ടാവണം അവൾ. ജന്മം കൊണ്ട് അനീതി അല്ലെങ്കിലും ഞാൻ അവൾ അങ്ങനെ കരുതിപ്പോയി. പക്ഷേ ഇപ്പോഴും ആ പൊട്ടിപ്പെണ്ണിന് ബന്ധങ്ങളുടെ വില മനസ്സിലായിട്ടില്ല. സഹോദരിയും സഹോദരനുമായിട്ട് ജീവിക്കാൻ ഒരമ്മയുടെ വയറ്റിൽ തന്നെ പിറക്കണമെന്നില്ല. എന്നെങ്കിലും ഞാനത് അറിയിക്കും അവളെ. ഇത്രയും കാലം എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. ആദ്യം ചെറിയൊരു ഇഷ്ടം തോന്നി, പിന്നെ അത് ദേഷ്യമായി, ഒടുവിൽ വെറുപ്പായി. ഈ നിമിഷം വരെ സഹതാപമായിരുന്നു. പക്ഷെ ഇപ്പോ ഇപ്പോ നിങ്ങൾ ദിവസവും ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം എന്റെ മനസ്സിലുണ്ട്. എന്നാ പിന്നെ അധികം ടെൻഷൻ അടിപ്പിക്കാതെ അത് പറഞ്ഞൂടെ വേഗം. ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞ മറുപടി പൂർണ്ണമാവില്ല. നിങ്ങൾ എന്റെ അടുത്തുള്ളപ്പോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും സമാധാനവും ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ അകന്നു പോകുമ്പോ വല്ലാത്തൊരു നഷ്ടബോധവും. ഇനി നിങ്ങൾ എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. രണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ അതാവും ഈശ്വരൻ എനിക്ക് തരുന്ന വരപ്രസാദം. ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്താ മുതലാളി? ഭരതൻ അവനിപ്പോ വലിയൊരു ഭീഷണിയായി. നേർക്ക് നേരമുണ്ടോ? വിടാൻ പറ്റില്ല ബോസേ. തൽക്കാലം ജീവൻ എടുക്കണ്ട. പക്ഷേ കൊല്ലാതെ കൊന്നൂടെ അവനെ? ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടൻ ദേഷ്യപ്പെടരുത്. അശ്വതിയുടെ കാര്യം ഒഴിച്ച് എന്തും പറഞ്ഞോ, ദേഷ്യപ്പെടില്ല. എനിക്ക് പറയാനുള്ളത് ചേച്ചിയുടെ കാര്യം തന്നെയാ. അവളെപ്പറ്റി എനിക്കൊന്നും കേൾക്കണ്ട. എല്ലാവരെയും ഉപേക്ഷിച്ച് സൂഹിക്കാൻ പോയതല്ലേ, സൂഹിക്കട്ടെ. ഏട്ടന്റെ മനസ്സെന്താ ഇങ്ങനെയായത്? ആയതല്ല, അങ്ങനെ ആക്കി തീർത്തതാ നിന്റെ ചേച്ചി. എന്നാലും നമുക്ക് മറക്കാൻ പറ്റുമോ? മറക്കണം, മറന്നേ തീരൂ. ഞാൻ മറന്നത് കണ്ടില്ലേ, അതുപോലെ നീയും മറക്കണം. എനിക്കത് കഴിയില്ല ഏട്ടാ. കഴിയണം. അങ്ങനെ ഒരു ചേച്ചി ഉണ്ടായിരുന്നില്ലെന്ന് തീരുമാനിക്കണം. മനസ്സിനെ അത് പഠിപ്പിക്കണം. അശ്വതിയുടെ ഓർമ്മകൾ പോലും മാച്ചു കളയണം. അല്ലെങ്കിൽ നിനക്കൊരിക്കലും മനസ്സമാധാനം കിട്ടില്ല. ചേച്ചിയെ മറന്നുകൊണ്ട് എനിക്ക് ഒരു മനസ്സമാധാനവും വേണ്ട. അവൾക്ക് ഇങ്ങോട്ടില്ലാത്ത സ്നേഹം നിനക്കെന്തിനാമായി? എല്ലാവരെയും ഉപേക്ഷിച്ചു പോകുമ്പോ നിന്നെക്കുറിച്ചെങ്കിലും ഓർക്കണമായിരുന്നു. എന്നാലും ഏട്ടാ, മര്യാദയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റണുണ്ടോ നിനക്ക്? കാണുന്നവരൊക്കെ കളിയാക്കി ചിരിക്കുകയല്ലേ, നിന്നെയും പരിഹസിക്കണില്ലേ? അശ്വതിയുടെ അനിയത്തിയാണെന്ന് പറയാൻ നാണമാവണില്ലേ നിനക്ക്? അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി, അതിന് ഇത്രയും ശിക്ഷിക്കണോ ചേച്ചിയെ? അപ്പൊ ഇത്രയും കാലം ഏട്ടൻ ചേച്ചിയോട് കാണിച്ച സ്നേഹം കപടമായിരുന്നോ?
പണ്ടും അവൾ അങ്ങനെയായിരുന്നു. ഭരതനെ കൊല്ലുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അരുതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു ഞാനും ശാരദയും. അന്ന് ആ വലിയ ദുരന്തം ഉണ്ടായപ്പോഴും സാരമില്ലെന്ന് പറഞ്ഞ് അവൾക്ക് ധൈര്യം കൊടുത്തത് ഈ ഏട്ടനായിരുന്നു. കൊല്ലുമെന്ന് പറഞ്ഞ് നടന്നിട്ട് കൊല്ലാതിരുന്നപ്പോ ആശ്വസിച്ചതാണ് ഞാൻ. അത് അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോഴാ അറിയണത്. പിന്നെ എന്തിനാമായി അശ്വതി ഇത്രയും കാലം പകയോടെ അവനെ കാത്തിരുന്നു? നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള കഥയാണിപ്പോഴത്. ചേച്ചി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാനല്ല ഞാൻ വന്നത്. പിന്നെ നമുക്കെല്ലാവർക്കും കൂടി അവിടെ പോയി ചേച്ചി ഒന്ന് കണ്ടുകൂടെ? എന്നിട്ട് അവന്റെ കൊട്ടേഷൻ സംഘത്തിൽ ഞാനും ചേരണം അല്ലേ? അത്രയ്ക്കും വെറുത്തുപോയോ ചേച്ചിയെ? എന്താ സംശയം? നിങ്ങൾ ആരും കൂടെ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി കണ്ടോട്ടെ ചേച്ചിയെ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ആ വീട്ടിൽ പോയാൽ നാട്ടുകാർ നിന്നെപ്പറ്റിയും കഥകൾ ഉണ്ടാക്കും. പിന്നെ നല്ലൊരു ആലോചനയും കൊണ്ട് ഒരുത്തനും ഈ പടി കയറില്ല. അത് സാരമില്ല. എന്താ ചേച്ചിയെ പോലെ അനിയത്തിയും ഒറ്റയ്ക്ക് തീരുമാനമെടുത്തു തുടങ്ങിയോ? ഇപ്പൊ എനിക്കൊരു പെങ്ങളുണ്ട്. അവളും തലതിരിഞ്ഞു പോയാൽ പോട്ടെ എന്ന് തന്നെ കരുതും ഞാൻ. ഏട്ടാ, ആരാ മനസ്സിലായില്ലല്ലോ? കടയിലേക്ക് പോവുക ഞാൻ. സംസാരിക്കാൻ തീരെ സമയമില്ല. ഞങ്ങളോട് ദേഷ്യമാണെന്നറിയാം. അശ്വതി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കൂടുതലൊന്നും ആലോചിച്ചില്ല. ഒരാൾ ഒരുപാട് സ്നേഹം തരാമെന്ന് പറയുമ്പോൾ സ്വീകരിക്കണ്ടേ ഞാൻ? ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ? അറിയില്ല എന്ന് പറയുമ്പോഴും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ വിഷമം. എനിക്ക് വിഷമമൊന്നുമില്ല. ഏട്ടാ അനുഗ്രഹിച്ചില്ലെങ്കിൽ വേണ്ട, പക്ഷെ ശപിക്കരുത്. അനുഗ്രഹിക്കാനും ശപിക്കാനും ഞാനാരാ? വെറുമൊരു പലചരക്ക് കടക്കാരൻ, ഞൊണ്ടി. പിന്നെ എനിക്ക് 2 അനിയത്തിമാരുണ്ടായിരുന്നു. അതിലൊരാൾ മരിച്ചു. ഇപ്പൊ ഒരാളേ ഉള്ളൂ. അശ്വതിയെ തള്ളി പറഞ്ഞത് അവൾ നിങ്ങളുടെ ജീവനായതുകൊണ്ടാണെന്ന് എനിക്കറിയാം. വിശ്വസിച്ചോളൂ വിജയേട്ടാ, നിങ്ങളുടെ പെങ്ങളെ ഒരു കാലത്തും ഞാൻ ദുഃഖിപ്പിക്കില്ല. ഇനി ഞങ്ങൾ ജീവിക്കുകയാണെങ്കിലും ഒന്നിച്ച്, മരിക്കുകയാണെങ്കിലും ഒന്നിച്ച്. എന്നാ പിന്നെ പോട്ടെ ഞങ്ങൾ. ആളുകളൊക്കെ ചോദിക്കുക, ഇനി എന്തിനാ നിനക്ക് വീണ്ടും ഒരു കല്യാണമെന്ന്? ഭരതനോടൊപ്പം കൊന്നും കൊല്ലിച്ചും നടന്ന് സുഖമായി ജീവിച്ചൂടെ? എന്തു പറയും ഞാൻ അവരോടൊക്കെ? അശ്വതി ചത്തുപോയെന്ന് എല്ലാവരോടും പറഞ്ഞു കേട്ടാ. എന്താ വിജയേട്ടാ? ഉറക്കം വരണില്ല. അശ്വതിയെ ഓർത്തു അല്ലേ? അവൾക്ക് ഭരതനുമായി ഒത്തുപോകാൻ കഴിയുന്നുണ്ടാവും. ആരും അരുതാത്തതൊന്നും പറയുന്ന കേട്ടില്ലല്ലോ. ഒരു ഗുണ്ടയുടെ കൂടെ എങ്ങനെയാ ശാരദേ അവൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക? എന്നാലും ഈ ജീവിതം അവൾ തന്നെ തിരഞ്ഞെടുത്തല്ലേ. അതോർത്ത് നമ്മളെന്തിനാ വിഷമിക്കുന്നേ? മായ ഉറങ്ങിയോ? ഉറങ്ങി. അവള് പോവാറുണ്ടോ അശ്വതിയെ കാണാൻ? അറിയില്ല വിജയേട്ടാ. ഇപ്പൊ പഴയതുപോലെ അല്ല മായ. മുമ്പ് കാലിലൊരു മുള്ളു കൊണ്ടാ പോലും അവളത് എന്നോട് പറയായിരുന്നു. എനിക്കും തോന്നുന്നുണ്ട് ആ മാറ്റം. ശാരദേ, അവള് ജയകൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല. ഇപ്പോ മായയും ജയകൃഷ്ണൻ തമ്മിൽ കാണാറുണ്ടോ? ഇപ്പോഴവൻ ഇവിടെയും വരാറില്ലല്ലോ. ഇപ്പോഴവൾ കൂടുതൽ പറയുന്നത് അശ്വതിയെ പറ്റിയാ. അവളും നമ്മളെ വിട്ടു പോകുമോ ശാരദേ? വെറുതെ വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട.
നമ്മളെ മോള് നമ്മളറിയാതെ അരുതാത്തതൊന്നും ചെയ്യില്ല എന്ന് വിശ്വസിച്ചൂടെ? അശ്വതിയെ കുറിച്ച് നമ്മൾ അങ്ങനെ കരുതിയിരുന്നതല്ലേ? പെട്ടെന്നല്ലേ അവള് നമ്മളെ ശിക്ഷിച്ചത്? അതുപോലെ മായിയും നമ്മളെ ശിക്ഷിച്ചാലോ? ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് അസുഖമൊന്നും വരുത്തി വെക്കണ്ട. ഒടുവില് നമ്മൾ തനിച്ചാവൂന്നും മനസ്സു പറയണു. ഓരോന്ന് ആലോചിച്ചിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നേ. നമ്മുടെ 2 മക്കൾക്കും ഒരാപത്തും വരുത്തരുതേന്ന് ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. നിന്റെ പ്രാർത്ഥന ഈശ്വരന്മാര് കേട്ടില്ലല്ലോ ശാരദ. അശ്വതി ഭരതന്റെ കൂടെ പോയില്ലേ? പോയാലും അവിടെ അവള് മനസമാധാനത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിലോ? ഗുണ്ടയുടെ കൂടെയല്ലേ ജീവിക്കണത്? എങ്ങനെ മനസമാധാനം കിട്ടും? അത് പറയാൻ പറ്റില്ല വിജയേട്ടാ. ഭരതന്റെ മനസ്സ് മാറിയെന്നുള്ള കാര്യം സത്യമാണെങ്കിലോ? അതല്ലേ വിശ്വംഭരൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ പേടിപ്പിക്കുന്നത്. ഭരതന്റെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ അശ്വതിക്കൊരു ജീവിതം കിട്ടും. അവന്റെ മനസ്സ് മാറിയെന്ന് പറയണത് കല്ലുവച്ച നുണയാണെങ്കിലോ? അതോടെ ജീവിതം മാത്രമല്ല, ജീവനും നഷ്ടമാവില്ലേ? നമുക്ക് നല്ലത് മാത്രം ചിന്തിക്കാം. അശ്വതിക്ക് മാത്രമല്ല, മായക്കും നല്ലൊരു ജീവിതം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരിക്കാം ഈശ്വരൻ എനിക്ക് ആയുസ് നീട്ടി തന്നത്. അല്ലെങ്കിൽ എന്റെ ജീവിതം പണ്ടേ ഒടുങ്ങുമായിരുന്നില്ലേ ഒരു മുഴം കയറിൽ. ജയിലിൽ വെച്ച് മരണം എന്നോട് ദയ കാണിച്ചു. ഈശ്വരൻ അനുവദിച്ചാൽ ഇനിയും എന്നോടത്ത് ആശ തീരുന്നതുവരെ ജീവിക്കാം. അധിക നാൾ ഉണ്ടാവില്ല ആ ജീവിതം. അധികം വൈകാതെ ഞാനത് അവസാനിപ്പിക്കും. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നൊക്കെ പറയാറില്ലേ? അത് സത്യമാണെന്ന് തോന്നുന്നു ഇപ്പം. ഇത് സ്വർഗമല്ല, നരകമാണെന്ന് മരിക്കുന്നതിന് മുൻപേ നിനക്ക് ഞാൻ പറഞ്ഞു തരും. ഈ രാത്രി ഒന്നും മിണ്ടാതെ പരസ്പരം ഇങ്ങനെ നോക്കി നിന്നാലും പുലരും വരെ. ആരെങ്കിലും കണ്ടാൽ വട്ടാണെന്ന് പറയില്ലേ? പറഞ്ഞോട്ടെ, അതിനെന്താ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടില്ല. ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ ഈ രാത്രി എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതെന്താ? നിങ്ങൾ അടുത്ത് നിൽക്കുമ്പോ പഴയ രാത്രി ഓർമ്മ വരും. അതിന്റെ നടുക്കോ മനസ്സിൽ. അന്ന് നിന്റെ മുന്നിലുണ്ടായിരുന്നത് ഒരു കാട്ടാളനാ, ഇപ്പോഴുള്ളത് ഒരു മനുഷ്യൻ. നീ ആഗ്രഹിക്കാതെ ഞാൻ നിന്നെ ഒരിക്കലും തൊടില്ല. ശരി, പോയി കിടന്നോളൂ. ഊണ് കഴിക്കണ്ടേ? സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുക. ഒന്നും വേണ്ട. അത് പറ്റില്ല ഭരതേട്ടാ. ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കണം. ആദ്യമായിട്ട് എന്റെ കൈകൊണ്ട്. നിന്റെ കൈകൊണ്ട് വിഷം തന്നാലും ഈ രാത്രിയിൽ ഞാനത് കുടിക്കും. അങ്ങനെ എല്ലാവരും കാണുകെ ഞാൻ അവനെ കൊല്ലില്ല മായി. അവൻ ചത്തു കിടക്കുമ്പോഴും ഞാനാണത് ചെയ്തതെന്ന് ആരും പറയില്ല. അത്രയും നാൾ കാത്തിരിക്കും ഞാൻ. ഈ ചേച്ചിയെ ഇനിയും ജീവനോടെ കാണണമെന്നുണ്ടോ നിനക്ക്? നീ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ ഈ കല്യാണം നടക്കില്ല. പക്ഷേ പിന്നെ നിന്റെ ഈ ചേച്ചി ഈ ഭൂമിയിലെങ്ങും ഉണ്ടാവില്ല. എന്നാലും ചേച്ചി ഒക്കെ കഴിഞ്ഞു പോയതല്ലേ, ഇനിയും വേണോ ഈ വാശിയും വൈരാഗ്യമൊക്കെ? ഏട്ടനെല്ലാം മറന്നില്ലേ, ചേച്ചിക്ക് മറന്നുകൂടെ? എല്ലാം മറക്കണമെങ്കിൽ ഞാൻ മരിക്കണ്ടേ മോളെ? മരിച്ചില്ലല്ലോ, ഇത്രയും കാലം ജീവിച്ചില്ലേ? അത് ഭരതനെ നേരിട്ട് കാണാൻ വേണ്ടിയായിരുന്നില്ലേ? കാത്തു കാത്ത് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോ പ്രതികരിക്കണ്ടേ ഞാൻ? എവിടെ പോയാലും ഈ ചേച്ചി നിനക്ക് വേണ്ടി മാത്രമല്ല, ഏട്ടനും ഏട്ടത്തിക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവര് നമ്മുടെ അച്ഛനും അമ്മയല്ലേ? അവരുടെ ഒരു തുള്ളി കണ്ണീരിന് എന്റെ ജീവന്റെ വിലയുണ്ട്. പോയിട്ട് വരട്ടെ എന്നാ പറയേണ്ടത്. പക്ഷെ എന്റെ കാര്യത്തിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ.
നിക്ക്. എങ്ങോട്ടാ? അത് പിന്നെ രമ്യയുടെ വീട് വരെ. അശ്വതിയെ കാണണമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അത് അങ്ങനെ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ പൊയ്ക്കോ. പക്ഷേ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട. എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അവൾക്ക് രമ്യ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി ഉണ്ടോ ശാരദേ? അവളുടെ എല്ലാ കൂട്ടുകാരികളുടെയും പേര് നമുക്കറിയൂ. ആ, അശ്വതിയുമായി ഇപ്പോഴും നമുക്ക് അടുപ്പമുണ്ടെന്നറിഞ്ഞാൽ വിശ്വംഭരൻ വെറുതെ ഇരിക്കില്ല. എന്തിനാ പിന്നെയും വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്? മായയെങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ. നിക്ക്. എങ്ങോട്ടാ? അത് പിന്നെ രമ്യയുടെ വീട് വരെ. അശ്വതിയെ കാണണമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അത് അങ്ങനെ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ പൊയ്ക്കോ. പക്ഷേ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട. എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അവൾക്ക് രമ്യ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി ഉണ്ടോ ശാരദേ? അവളുടെ എല്ലാ കൂട്ടുകാരികളുടെയും പേര് നമുക്കറിയൂ. ആ, അശ്വതിയുമായി ഇപ്പോഴും നമുക്ക് അടുപ്പമുണ്ടെന്നറിഞ്ഞാൽ വിശ്വംഭരൻ വെറുതെ ഇരിക്കില്ല. എന്തിനാ പിന്നെയും വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്? മായയെങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ. സ്നേഹിച്ച് സ്നേഹിച്ച് മരിക്കാനുള്ളതാ ഈ ജന്മം. നമ്മൾ ജീവിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. മരിക്കുന്ന കാര്യം പറയല്ലേ ഭരതേട്ടാ. നീ എനിക്ക് തരുന്ന മുഴുവൻ സ്നേഹവും എങ്ങനെ തിരിച്ചു തരുമെന്ന് എനിക്കറിയില്ല അശ്വതി. എനിക്കൊന്നും തിരിച്ചു വേണ്ട. ആര് പറഞ്ഞാലും എന്നെ ഉപേക്ഷിക്കില്ല എന്നൊരു വാക്ക് തന്നാ മതി. നിന്നെ ഉപേക്ഷിക്കാനോ? അതിലും ഭേദം ഞാൻ മരിക്കുന്നത് തന്നെയല്ലേ. പിന്നെയും പറഞ്ഞു മരിക്കുന്ന കാര്യം. വേണ്ട കേട്ടോ ഭരതേട്ടാ, ഞാൻ പിണങ്ങും. ഏയ് വേണ്ട, പിണങ്ങണ്ട. ഇനി ഒരിക്കലും മരിക്കുന്ന കാര്യം ഞാൻ പറയില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ദേഷ്യപ്പെടരുത്. ഇല്ല. നമുക്ക് ഒരുമിച്ച് മുതലാളിയുടെ വീട്ടിലൊന്ന് പൊയ്ക്കൂടെ? അത് വേണോ അശ്വതി? വേണം. മുതലാളിയെ കാണാനല്ല, അമ്മയെ കാണാൻ. മുതലാളി നമ്മളെ സ്നേഹത്തോട് സ്വീകരിക്കില്ല. ചിലപ്പോൾ ആട്ടി ഇറക്കിയെന്നും വരും. എന്നാലും സാരമില്ല. ഭരതേട്ടൻ വളർന്ന വീടല്ലേ. ഭരതൻ ഇവിടെ ഇല്ലടേ. ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ എടി പൊടിന്നൊന്നും വിളിക്കരുതെന്ന്. എന്നാ നിന്നെ ഞാൻ മഹാറാണി എന്ന് വിളിക്കാം. ഭരതൻ എന്ന മഹാരാജാവിന്റെ റാണിയല്ലേ നീ? എന്താ സംശയമുണ്ടോ? റാണി തന്നെയാ ഞാൻ. നിങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അവകാശമുള്ള റാണി. ആ അവകാശം തന്നത് ഞാനല്ലേടി. ഞാൻ തന്നെ അത് തിരിച്ചെടുത്താലോ? അവകാശം ആരും തന്നതല്ല, ബലമായി പിടിച്ചു വാങ്ങിയതാ. എന്തിനാണെന്നറിയാമോ? നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാൻ. നീ എന്നെ തുടച്ചു മാറ്റുന്നോ? അത് ചെയ്യുന്നത് ഞാനല്ല, ഭരതനാ. അയാളെ കൊണ്ട് തന്നെ ഞാനത് ചെയ്യിക്കും. അവൻ എന്നെ കൊല്ലുന്നോ? നടക്കില്ല ശ്രുതി. എന്റെ നേരെ റിവോൾവർ നീട്ടുമ്പോ അവന്റെ കൈ വിറയ്ക്കും. അതെന്റെ ഒരു സ്പർശം കൊണ്ട് അവസാനിക്കും. എന്റെ കണ്ണും നനങ്ങിയാൽ ആ നിമിഷം ഭരതൻ നിങ്ങൾക്ക് ശവക്കുഴി തോണ്ടും. അവന് നിന്റെ കയ്യിലെ കളിപ്പാവയാക്കാൻ ഞാൻ സമ്മതിക്കില്ല ശ്രുതി. ഇപ്പൊ തന്നെ ഞാനിത് അവനോട് പറയും. എങ്കിൽ പറയാൻ മറ്റൊരു വിശേഷം കൂടിയുണ്ട്. ഈ കല്യാണം ഭരതനു വേണ്ടി ഞാനൊരുക്കിയ സ്നേഹക്കെണിയ. നിങ്ങളെ ഭരതൻ കൊല്ലും, ഭരതനെ ഞാനും. എന്താ പറയുന്നില്ലേ ഭരതനോട്? പറയും.
അയാൾ അത് വിശ്വസിക്കില്ല മുതലാളി. ഈ ലോകത്തിൽ മറ്റാരെക്കാളും കൂടുതലായി അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. പറഞ്ഞു നോക്ക് ഭരതനോട്, അശ്വതി അയാളെ കല്യാണം കഴിച്ചത് കൊല്ലാനാണെന്ന്. ഉത്തരം ഉടനെ കിട്ടും. പക്ഷേ ചോദിക്കുമ്പോ സൂക്ഷിക്കണം. അയാളുടെ കയ്യകലത്തിൽ ഒരായുധം ഉണ്ടായിക്കൂടാ. ഉണ്ടായാൽ ഈ രൂപത്തിൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഭരത, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് കാര്യം പറയാനുണ്ട്. ഒരുപാട് പറഞ്ഞതല്ലേ, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. ഞെട്ടിക്കുന്നൊരു സത്യം നീ അറിയണം. എന്നെ ഞെട്ടിക്കാൻ പാകത്തിനുള്ള ഒരു സത്യവും ഇനി ബാക്കിയില്ല മുതലാളി. എനിക്ക് പറയാനുള്ള അശ്വതിയെ പറ്റിയാണ്. ഇത്രയും ദിവസം നിങ്ങൾ പറഞ്ഞതും അതുതന്നെയല്ലേ? വിശ്വസിക്കു ഭരത, നീ വിചാരിക്കുന്ന പോലെ അവള് നല്ലൊരു പെണ്ണല്ല. എവിടുന്ന് കിട്ടി ഈ വെളിപാട്? വെളിപാടല്ലടാ, സത്യം തന്നെ. ഞാൻ അവളെ കണ്ടു, നിന്റെ അശ്വതിയെ. എന്തിനാ നിങ്ങളവിടെ പോയത്? അത് ഞാൻ അറിയാതെ. ഇപ്പൊ ഞാൻ അവിടെ പോയത് നിന്റെ ഭാഗ്യമാണെന്ന് പറ, അല്ലെങ്കിൽ കഥ മാറിയനെ. മനസ്സിലായില്ല? നിന്റെ ജീവിതത്തിലേക്ക് അശ്വതി വന്നത് നിന്നെ സ്നേഹിക്കാനല്ല, കൊല്ലാനാണ്. നിങ്ങളിത് പറയുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, അത് നന്നായി. ഭരത, ഞാൻ പറഞ്ഞ സത്യമാണ്. എന്റെ മുഖത്ത് നോക്കി അവളത് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാൻ നിങ്ങളോടൊപ്പം വരില്ല മുതലാളി. സത്യമായിട്ടും നിന്നൊപ്പം നിർത്താൻ ഞാൻ കളിക്കുന്ന നാടകമല്ല ഇത്. കൊന്നോട്ടെ, അവളുടെ കൈകൊണ്ട് മരിക്കാൻ ഞാൻ തയ്യാറാ. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഇത് ഭ്രാന്തല്ല മുതലാളി, സ്നേഹമാണ്. ആ സ്നേഹം അവൾക്ക് നിന്നോടില്ല ഭരത. ഞാനും അവളും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരണ്ട. ആദ്യം അവള് നിന്നെ എന്റെ ശത്രുവാക്കും, പിന്നെ നമ്മളെ തമ്മിൽ പിരിക്കും. നമ്മളിൽ ഒരാൾ ബാക്കിയാവുന്നവരെ അവള് കളിക്കും. നിന്റെ ജീവിതത്തിലേക്ക് അശ്വതി വന്നത് നിന്നെ സ്നേഹിക്കാനല്ല, കൊല്ലാനാണ്. നിങ്ങളിത് പറയുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, അത് നന്നായി. ഭരത, ഞാൻ പറഞ്ഞ സത്യമാണ്. എന്റെ മുഖത്ത് നോക്കി അവളത് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാൻ നിങ്ങളോടൊപ്പം വരില്ല മുതലാളി. സത്യമായിട്ടും നിന്നൊപ്പം നിർത്താൻ ഞാൻ കളിക്കുന്ന നാടകമല്ല ഇത്. കൊന്നോട്ടെ, അവളുടെ കൈകൊണ്ട് മരിക്കാൻ ഞാൻ തയ്യാറാ. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഇത് ഭ്രാന്തല്ല മുതലാളി, സ്നേഹമാണ്. ആ സ്നേഹം അവൾക്ക് നിന്നോടില്ല ഭരത. ഞാനും അവളും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരണ്ട. ആദ്യം അവള് നിന്നെ എന്റെ ശത്രുവാക്കും, പിന്നെ നമ്മളെ തമ്മിൽ പിരിക്കും. നമ്മളിൽ ഒരാൾ ബാക്കിയാവുന്നവരെ അവള് കളിക്കും ഭരത. കളിച്ചോട്ടെ, പക്ഷെ നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. അവൾ എന്നോട് നേരിട്ട് പറഞ്ഞതാ എന്നെ നിന്നെ കൊല്ലൂന്ന്. ആ സ്ത്രീയുടെ മനസ്സിൽ പക മാത്രമേ ഉള്ളൂ, സ്നേഹമില്ല. ഒപ്പം നിന്ന് ചിരിച്ചു മയക്കി ഒരു ദിവസം അവൾ നിന്നെ അവസാനിപ്പിക്കും. പണ്ട് ചെയ്ത തെറ്റിനെ ഇപ്പൊ നിന്നെ ശിക്ഷിക്കാൻ അവൾ. എനിക്ക് ഉറപ്പുണ്ട്, ഇപ്പൊ നീ താമസിക്കുന്ന വീട്ടിൽ ഏത് രൂപത്തിലും മരണം കടന്നു വരാം. അവൾ തരുന്ന പച്ചവെള്ളം പോലും കുടിക്കരുത് ഭരത. അവള് അശ്വതി എനിക്ക് തരുന്നത് നിറഞ്ഞ സ്നേഹമാണ്. ആ സ്നേഹമാണ് ഇപ്പൊ എന്റെ ശക്തി. അവൾ എന്നെ ഒരിക്കലും കൊല്ലാൻ ശ്രമിക്കില്ല. നിങ്ങൾക്ക് തെറ്റിയതാണ് മുതലാളി. അല്ല ഭരത, ആ നിക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ഇവൻ എങ്ങനെ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തും? അല്ലെങ്കിൽ ചത്തുമറിച്ച് കിടക്കില്ലേ ആ ഉരുമ്പട്ടവളുടെ മുന്നിൽ? ഛേ, എന്താ വിജയേട്ടായി കാണിക്കുന്നേ? ഇതെന്താ ഇത്? അവളില്ലാത്ത ഈ വീട്ടിൽ എന്തിനാ അവളുടെ സാധനങ്ങൾ? ഒന്നും ഇവിടെ വേണ്ട. ഏട്ടൻ എന്താ ഇപ്പൊ ചെയ്യാൻ പോകുന്നേ? ഞാനേ ഇതെല്ലാം കൂട്ടിയിട്ട് കത്തിക്കാൻ പോവാ. ചേച്ചിക്ക് അവിടെ അധികം ഡ്രസ്സുകളൊന്നും ഉണ്ടാവില്ല. ഞാനിത് അവിടെ കൊണ്ടുപോയി കൊടുത്തോളാം ഏട്ടാ. അത് മാത്രമാക്കണ്ട, അവളെയും ഭരതനെയും വിരുന്നിന് കൂടി വിളിച്ചോ. അപ്പോഴേ എല്ലാം പൂർത്തിയാവും. വിജയേട്ടാ, ഈ നല്ല തുണികളൊക്കെ എന്താ ചെയ്യാൻ പോണേ? ഞാൻ എടുത്തോളാം. കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ? ഇത്രയും ദേഷ്യപ്പെട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എല്ലാം കൊണ്ട് കത്തിച്ചു കളയോ എന്തോ. ഇത്രയും കാലമായിട്ടും ഏട്ടത്തിക്ക് ഏട്ടനെ മനസ്സിലായിട്ടില്ലല്ലോ. ഈ പോക്ക് എങ്ങോട്ടാണെന്നറിയോ? ചേച്ചിയുടെ വീട്ടിലേക്കാ. അങ്ങനെയെങ്കിലും ചേച്ചിയെ ഏട്ടനെ കാണാമല്ലോ. എന്നാ പിന്നെ തുറന്നങ്ങ് പറഞ്ഞൂടെ അശ്വതിയെ കാണാൻ പോകുന്നെന്ന്? ഞാനും പോവില്ലായിരുന്നു എന്റെ മോളെ ഒന്ന് കാണാൻ. ഏട്ടാ, ഞാൻ നിന്നെ കാണാൻ വന്നതല്ല, ഈ ബാഗ് ഇവിടെ തരാൻ വന്നതാ. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ മുഴുവൻ ഇതിലുണ്ട്. ഇനി നീ വീട്ടിലേക്ക് തിരിച്ചു വരരുത്, എന്തു തന്നെ വന്നാലും. ഇനി അങ്ങനെ വിളിക്കരുത്. നമ്മൾ തമ്മിൽ അതുപോലൊരു ബന്ധമില്ല.
മായയുടെ കല്യാണം നടക്കുന്നത് വരെ ഭരതനോട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറയണം. ഞങ്ങൾ ചത്തുപോയാലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. വിജയേട്ടാ, പോടാ. മായയുടെ കല്യാണം നടക്കുന്നത് വരെ ഭരതനോട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറയണം. ഞങ്ങൾ ചത്തുപോയാലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. വിജയേട്ടാ, പോടാ. എനിക്കറിയാം ഏട്ടന്റെ മനസ്സ്. ഒരു കാരണം ഉണ്ടാക്കി എന്നെ കാണാൻ വന്നതാ ഏട്ടൻ. പൊയ്ക്കോട്ടെ, വിളിക്കണ്ട. പുതിയ ചില കഥകൾ പറഞ്ഞു ശോഭ. അതെ, സത്യമാണോന്നറിയാൻ വന്നതാ. നീ അവളോട് എന്താ പറഞ്ഞത്? ജയനെ കല്യാണം കഴിക്കുമെന്നോ? എന്റെ മുഖത്ത് നോക്കി ഒന്നുകൂടൊന്ന് പറഞ്ഞേ, കേക്കട്ടെ ഞാൻ. ജീവിതത്തിൽ ഒരിക്കലും സ്വൈര്യം തരില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണോ നിങ്ങൾ? എന്റെ മോനെ തിരിച്ചു തന്നാ പിന്നെ ഈ പരിസരത്ത് പോലും ഞാൻ വരില്ല. നിങ്ങളുടെ മകനെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. എന്നാലും ഇനി ഒരു കാലത്തും നിങ്ങളുടെ മകനെ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. അതെന്താ അങ്ങനെ? ശോഭ പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷേ ഒരിക്കൽ കൂടി കേൾക്കാൻ എനിക്കൊരു കൊതി. അത്രയ്ക്കും കൊതിയാണെങ്കിൽ പറഞ്ഞു തരാം. തലേണ മന്ത്രം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം മരുമക്കൾ അമ്മായിയമ്മയും നാത്തൂന്മാരെയും വീട്ടിൽ നിന്ന് പുകച്ചു പുറത്ത് ചാടിക്കാൻ പ്രയോഗിക്കുന്ന ഒരു മന്ത്രമുണ്ട്. അതുപോലെ എന്നെ ശോഭയും പുകച്ച് പുറത്ത് ചാടിക്കോ നീ? വേണ്ട ശോഭേ. ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് എന്റെ കൂടെ വരണമെന്ന് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞാ മതി. ഇപ്പൊ ജയകൃഷ്ണൻ കേട്ടെന്ന് വരും. എന്തിനാ വെറുതെ അങ്ങനൊരു സീൻ? കൊത്തി കൊത്തി മുറത്തിക്കറി കൊത്താൻ തുടങ്ങിയല്ലേ? ആ ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അത് യമുന മാത്രമല്ല, ശോഭയെ സൂചിപ്പിച്ചു. കൊല്ലും കൊലയും ഉണ്ടായിരുന്ന വലിയൊരു കുടുംബമാണല്ലോ നിങ്ങൾ എപ്പോഴും എടുത്തു പറയാറുള്ള വലിയ വീട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ എന്താ ഉണ്ടാവുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങള്? വലിയ വീട്ടിൽ നിന്ന് നേരെ സെൻട്രൽ ജയിലിലോട്ട് പോവും. നിന്റെ നാക്കിന് ഇത്രയും നീളം കൂടിയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കുടുംബത്തിൽ ചേച്ചിയുടെ ഭർത്താവിന്റെ റോളിൽ ഭരതനെന്നൊരു ഗുണ്ട വന്നിട്ടുണ്ടല്ലോ. അതുപോലെ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ നിനക്കും പൊയ്ക്കൂടെ? ആ ഞൊണ്ടിക്കാലിനത് ആശ്വാസമാവും. സ്ത്രീധനം വേണ്ടി വരില്ലല്ലോ. യശോദേ, നിർത്ത മനുഷ്യ, മുഴുവൻ തീർന്നിട്ടില്ല. ആ ഉപദേശം നിങ്ങളുടെ മകൾക്ക് കൊടുത്തൂടെ? അപ്പൊ നല്ലൊരു ഗുണ്ടേ നിങ്ങൾക്കും കിട്ടും. എടി, വെറുതെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കല്ലേ. ഇനി ഇങ്ങനെ തേരാപ്പാര നടന്ന് വലിയ വീട്ടിൽ യശോദ ഷൈൻ ചെയ്യണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പെർഫോം ചെയ്താലേ എന്റെ ഭരതേട്ടനോട് ഞാൻ വെറുതെ ഈ പേരൊന്ന് പറയും. ഭരതേട്ടന് എന്താ? ചേച്ചിയുടെ ഭർത്താവിനെ ഞാൻ അങ്ങനെയല്ലേ വിളിക്കേണ്ടത്? എന്താ അവനെന്നെ മൂക്കി കയറ്റൂ? വരട്ടിങ്ങോട്ട്. യശോദ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. അതിനുള്ള സമയം നിങ്ങൾക്ക് കിട്ടില്ല. അതിനു മുൻപേ ഭരതേട്ടൻ നിങ്ങളുടെ ഈ 2 കാലം തല്ലി ഒടിച്ചിട്ടുണ്ടാവും. പിന്നെ വീൽ ചെയറിലാവും വലിയ വീട്ടിൽ യശോദയുടെ ജീവിതം. അപ്പോഴെങ്ങനെ നിങ്ങൾ ഇതുപോലെ എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും? ബുദ്ധിമുട്ടാവില്ലേ എന്റെ അമ്മായിയച്ഛന് നിങ്ങളെ കൊണ്ടു നടക്കാൻ? എടി, എന്താ? എന്റെ ഭരതേട്ടനെ കാണണമെന്നുണ്ടോ നിങ്ങൾക്ക്? വഴി ഞാൻ കാണിച്ചു തരാം. വേണമെങ്കിൽ കൂടെ വരെയും ചെയ്യാം. നിങ്ങളെപ്പറ്റി ചെറിയൊരു സൂചന കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ ഇതാണ് യശോദയെന്ന് വെറുതെ ചൂണ്ടിക്കാണിച്ചാ മതി. അപ്പ തീരും നിങ്ങളുടെ ഈ നെകളിപ്പും അഹങ്കാരവും. വലിയ വീട്ടിലെ യശോദ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാ നീ ഇപ്പോഴും എന്നെ വെല്ലുവിളിക്കുന്നത്. സെൻട്രൽ ജയിലിൽ നിന്ന് വന്ന ഒരു ഗുണ്ട കൂട്ടിനുണ്ടെന്നുള്ള അഹങ്കാരം വേണ്ട. വേണ്ടി വന്നാൽ അവനെ തിരിച്ച് ജയിലോട്ട് തന്നെ അയക്കും ഞാൻ. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്യും മോളെ. നിങ്ങളെ ദ്രോഹിക്കണമെന്ന് എനിക്ക് ഉദ്ദേശമില്ല. സ്നേഹം ഉണ്ടായിട്ടല്ല. കല്യാണം കഴിഞ്ഞാ ഞാൻ നിങ്ങളെ അമ്മയെന്ന് വിളിക്കണ്ടേ? ചേട്ടൻ എന്നെയും കൂട്ടി അവിടെ വരുമ്പോ ഈ കാൽക്കൽ വീണ് നമസ്കരിക്കണ്ടേ? മോളേന്ന് വിളിച്ച് അപ്പൊ നിങ്ങൾ എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവില്ലേ? പിന്നെ കൂട്ടിക്കൊണ്ടു പോകും ഞാൻ. എന്നിട്ട് അകത്ത് ചെന്ന് കഴുത്ത് ഞെരിച്ചാൻ കൊല്ലും. ഞാനും ചേട്ടനും തനിച്ചാവില്ല വരുന്നത്. എന്റെ പുതിയ ഏട്ടനും ചേച്ചിയും കൂടെ ഉണ്ടാവും. ജയേട്ടൻ കൊള്ളാം, അസലായിട്ടുണ്ട്. എനിക്കിഷ്ടമായി. എന്നാ പിന്നെ ഞാൻ നിങ്ങളെ അമ്മയെന്നൊന്ന് വിളിച്ചോട്ടെ, അഡ്വാൻസ് ആയിട്ട്? അത് വേണ്ട. നീ സ്ഥിരമായിട്ട് വിളിക്കാറില്ലേ താടക ഈനാൻ വെച്ചെന്നൊക്കെ? അങ്ങനെ വിളിച്ചാ മതി. വിളിക്കാമായിരുന്നു, പക്ഷെ എന്റെ ഭർത്താവിന്റെ അമ്മയല്ലേ.
മാച്ച് ആവില്ല ആ പേര്. വിളിപ്പിക്കാവടി ഞാൻ, അമ്മയെന്ന് തന്നെ വിളിപ്പിക്കാം ഞാൻ. എൻ്റെ മോനെയും കുട്ടി അങ്ങോട്ട് വന്നേക്ക്. അവിടെ ജയകൃഷ്ണന്റെ ഫോട്ടോ ഒരു മാലയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. തൊട്ടപ്പുറത്ത് നിന്റെ ഫോട്ടോ കൂടി വെക്കും ഞാൻ, വേറൊരു മാലയിട്ട്. ജേട്ടന്റെ അടുത്തല്ലേ? നന്നായി. അപ്പോഴും മോന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുമല്ലോ നിങ്ങൾ എന്നെ. ചത്തുപോയി എന്ന് പറഞ്ഞിട്ടാണെങ്കിലും താങ്ക് യു. ഓ താങ്ക് യു, താങ്ക് യു. യശോദ, നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാ നീ ഇപ്പോഴും എന്നെ വെല്ലുവിളിക്കുന്നത്. സെൻട്രൽ ജയിലിൽ നിന്ന് വന്ന ഒരു ഗുണ്ട കൂട്ടിനുണ്ടെന്നുള്ള അഹങ്കാരം വേണ്ട. വേണ്ടി വന്നാൽ അവനെ തിരിച്ച് ജയിലോട്ട് തന്നെ അയക്കും ഞാൻ. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്യും മോളെ. നിങ്ങളെ ദ്രോഹിക്കണമെന്ന് എനിക്ക് ഉദ്ദേശമില്ല. സ്നേഹം ഉണ്ടായിട്ടല്ല. കല്യാണം കഴിഞ്ഞാ ഞാൻ നിങ്ങളെ അമ്മയെന്ന് വിളിക്കണ്ടേ? ചേട്ടൻ എന്നെയും കൂട്ടി അവിടെ വരുമ്പോ ഈ കാൽക്കൽ വീണ് നമസ്കരിക്കണ്ടേ? മോളേന്ന് വിളിച്ച് അപ്പൊ നിങ്ങൾ എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവില്ലേ? പിന്നെ കൂട്ടിക്കൊണ്ടു പോകും ഞാൻ. എന്നിട്ട് അകത്ത് ചെന്ന് കഴുത്ത് ഞെരിച്ചാൻ കൊല്ലും. ഞാനും ചേട്ടനും തനിച്ചാവില്ല വരുന്നത്. എന്റെ പുതിയ ഏട്ടനും ചേച്ചിയും കൂടെ ഉണ്ടാവും. ജയേട്ടൻ കൊള്ളാം, അസലായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. എന്നാ പിന്നെ ഞാൻ നിങ്ങളെ അമ്മയെന്നൊന്ന് വിളിച്ചോട്ടെ, അഡ്വാൻസ് ആയിട്ട്. അത് വേണ്ട, നീ സ്ഥിരമായിട്ട് വിളിക്കാറില്ലേ താടക ഈനാൻ വെച്ചെന്നൊക്കെ, അങ്ങനെ വിളിച്ചാ മതി. വിളിക്കാമായിരുന്നു, പക്ഷെ എന്റെ ഭർത്താവിന്റെ അമ്മയല്ലേ, മാച്ച് ആവില്ല ആ പേര്. വിളിപ്പിക്കാവടി ഞാൻ, അമ്മയെന്ന് തന്നെ വിളിപ്പിക്കാം ഞാൻ. എൻ്റെ മോനെയും കുട്ടി അങ്ങോട്ട് വന്നേക്ക്. അവിടെ ജയകൃഷ്ണന്റെ ഫോട്ടോ ഒരു മാലയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. തൊട്ടപ്പുറത്ത് നിന്റെ ഫോട്ടോ കൂടി വെക്കും ഞാൻ, വേറൊരു മാലയിട്ട്. ജേട്ടന്റെ അടുത്തല്ലേ? നന്നായി. അപ്പോഴും മോന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുമല്ലോ നിങ്ങൾ എന്നെ. ചത്തുപോയി എന്ന് പറഞ്ഞിട്ടാണെങ്കിലും താങ്ക് യു. ഓ താങ്ക് യു, താങ്ക് യു. എന്താ എന്താ വിജയേട്ടാ? ഭരതനും ഗുണ്ടകളും കൂടി നടു റോഡിൽ വെച്ച് പൊരിഞ്ഞാടി നടക്കുക. നീ പറയാറില്ലേ ഭരതന്റെ മനസ്സ് മാറുമെന്നും അവൻ അശ്വതിക്കൊരു ജീവിതം കൊടുക്കുമെന്നും? അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്തുണ്ടായിരുന്നോ? ഇപ്പോഴൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ പോണതേ ഉള്ളൂ. നിങ്ങൾക്ക് പോലീസിനെ വിളിക്കായിരുന്നില്ലേ? എന്തിനാ? അയാളെ ഗുണ്ടകളെല്ലാം ചേർന്ന് തല്ലി കൊന്നാലോ ഏട്ടാ? കൊല്ലട്ടെ, അവൻ ചത്തുപോയാലെങ്കിലും അശ്വതി രക്ഷപ്പെടുമല്ലോ.
അങ്ങനെയൊന്നും പറയല്ല വിജയേട്ടാ. പിന്നെ എങ്ങനെ പറയണം? അവനെ പോലീസ് കൊണ്ടുപോയി തല്ലി ചതക്കട്ടെ. പാവം ചേച്ചി. ഇറങ്ങിപ്പോയതല്ലേ നമ്മളെയൊക്കെ ധിക്കരിച്ചിട്ട്. ഈശ്വരൻ അവളോട് ക്ഷമിക്കില്ല ശാലിനി. എന്റെ മോള് നിങ്ങൾക്കൊരു സമ്മാനം കാത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോ ഇവന് ജീവനുണ്ട്. ഇനി ഞാൻ ശവം പോലും തിരിച്ചു തരില്ല. പിന്നെയും പിന്നെയും പറയാ ഞാൻ. ഇടയിൽ വരല്ലേ മുതലാളി, എന്നെ അങ്ങ് വിട്ടേക്ക്. നിന്നെ എങ്ങനെ വിടാൻ പറ്റും? ഇവൻ ഇങ്ങോട്ട് അയച്ചപ്പോ തന്നെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയായിരുന്നു. ഭരതന് തുല്യം ഭരതൻ മാത്രം. പക്ഷെ ഒരു കാര്യം നീ ഓർത്തു, ഒരു വേട്ടപ്പട്ടിയെ പോലെ ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഭാനുമതി, ഈ ഒരുപാട് കരയുന്ന പെണ്ണിനെ വിശ്വസിക്കരുതെന്ന് ഒരു പ്രമാണമുണ്ട്. പണ്ടത്തെ കാരണവന്മാര് താളിയോലയിൽ എഴുതി വെച്ചിട്ടുള്ളതാ. തെറ്റാൻ ഒരു വഴിയില്ല. നിന്റെ കാര്യത്തിൽ അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായില്ല. ചിലരങ്ങനെ മനസ്സിലായാലും മനസ്സിലായില്ലെന്നേ പറയൂ. എല്ലാം നിനക്കറിയാം. ഉള്ളിൽ അഷ്ടബന്ധ കൂട്ടിട്ട് മുദ്ര വച്ച് കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കല്ലേ. തെളിച്ചു പറയൂ വിശ്വട്ട. സത്യമായിട്ടും വിശ്വട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചോദിക്കാതെ തന്നെ നീ ഇങ്ങോട്ട് പറയുന്ന കാത്തിരിക്കായിരുന്നു ഞാൻ. ഇതുവരെ പറഞ്ഞില്ലല്ലോ. അപ്പൊ പറയാൻ ഉദ്ദേശമില്ലെന്ന് മനസ്സിലായി. എന്തിനാണ് ഇത്രയ്ക്ക് നീണ്ട ഒരു മുഖവുര? നിനക്ക് പറയാനുള്ള ഒരു വമ്പൻ രഹസ്യമാണ്. തുടക്കം ഒരു മുഖവരയോടെ തന്നെ വേണ്ടേ? ഇനി ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ആ ഞുണ്ടിക്കാലിനുമായിട്ട് എന്തിനായിരുന്നു ഒരു സ്പെഷ്യൽ മീറ്റിംഗ്? നിന്റെ ഈ ഞെട്ടൽ തന്നെ എനിക്കുള്ള ഉത്തരവാണ്. നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. നീ അവനോട് എന്തോ പറഞ്ഞിരുന്നു. അതെനിക്ക് അറിയണം ഭാനുമതി. അത് പിന്നെ ഇപ്പോഴും പറയാതെ പലതും പറയുന്നുണ്ട് നീ. ആദ്യത്തെ ഞെട്ടൽ, പിന്നത്തെ പതർച്ച, ഒടുവിൽ കണ്ണിൽ തെളിഞ്ഞ പേടിയുടെ ആഴം. പറയ ഭാനുമതി, എന്താ ഞാൻ അറിയരുതെന്ന് കരുതി കാത്തു സൂക്ഷിച്ചിരുന്ന ആ രഹസ്യം? ഞാൻ അയാളോട് പറഞ്ഞത് ഭരതനെ പറ്റിയാ. അതിന് അങ്ങനെ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കണം. വിജയനോട് അവിടെ നിന്ന് കാത്തു നിൽക്കാൻ പറയണം. നീ പറഞ്ഞു കൊടുത്തു ഭാനുമതി എന്റെ ഫ്ലാഷ് ബാക്ക്. അത് പറയേണ്ടത് വിജയനോടല്ലോ, ഭരതനോടല്ലേ. ഞാനിത് അവനോട് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാവോ? കഴുത്തിലൊരു താലി ഉണ്ടായി പോയതുകൊണ്ട് മാത്രം നിങ്ങളെ രക്ഷിക്കുക ഞാൻ. മനസ്സിൽ വലിയൊരു ഭാരവും കാത്തുവെച്ചിട്ട് പിന്നെ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, പൂരിപ്പിക്കാൻ ഒരുപാട് ബ്ലാങ്കുകളും. പറയൂ ഭാനു,
സത്യത്തിൽ നീ എന്താ അവനോട് പറഞ്ഞത്? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നീ എന്റെ ഭാര്യയല്ലേ? ആണല്ലോ. അപ്പൊ തല്ലിച്ചതച്ച് രഹസ്യം പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല. ശേഷിക്കുന്ന ഒരേ ഒരു വഴിയാണ്. കൊണ്ടുവരട്ടെ ആ ഞുണ്ടിക്കാലിനെ. അവന്റെ മറ്റേ കാലം കൂടി തല്ലിയൊടിക്കാൻ. എന്താ ആ രഹസ്യം ഭരതൻ അറിഞ്ഞാൽ എല്ലാം അവസാനിക്കുന്നുള്ള പേടിയുണ്ടോ? പേടി? അങ്ങനെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരുന്നെങ്കിൽ ഇന്ന് നീ ഈ കാണുന്ന വിശ്വംഭരൻ ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ എന്തിനാ ഈ ചോദ്യം ചെയ്യൽ? ചോദ്യം ചെയ്യലല്ല, സൗഹൃദ സംഭാഷണമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ. ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ രഹസ്യം മറ്റാരും അറിയില്ല. ഭരതനോട് നിങ്ങളാണ് അവന്റെ അച്ഛനെയും അമ്മയും പെങ്ങളെയും കൊന്നതെന്ന് ഒരു കാലത്തും ഞാൻ പറയില്ല. ഇവളത് പറഞ്ഞു തരില്ല. പക്ഷെ വിജയം പറയും. ആ ബോസേ, എന്താ മുതലാളി? എനിക്കൊരാളെ ജീവനോടെ വേണം. ആരാ മുതലാളി? താനറിയും, അശ്വതിയുടെ ഏട്ടൻ ആ ഞുണ്ടിക്കാൻ. തോലുരിച്ചെടുക്കാനാ. കൊണ്ടുവരണപ്പോ തന്നെ. ശരി മുതലാളി. കൂടുതലൊന്നും എനിക്കറിയണ്ട. അറിയേണ്ടത് ഒരേ ഒരു കാര്യം. നീ ഭാനുവും കൂടി എന്താ സംസാരിച്ചത്? ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പേപ്പെട്ടി തലവരെ തല്ലി കൊല്ലി ഞാൻ തന്നെ. രക്ഷിക്കാൻ ആരും വരില്ല വിജയ. എനിക്കറിയണം ഭാനുവി നിന്നോട് എന്താ പറഞ്ഞെന്ന്. നോണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. സത്യം എനിക്ക് അറിഞ്ഞേ തീരൂ. അത് പറഞ്ഞവരെ നിന്നെ ഇടിച്ച് പൊരിക്കും ഞാൻ. സത്യം നിനക്കറിയാമെങ്കിൽ അത് പറയാൻ എന്തിനാണ് ഇത്ര നേരം? അത് ഭരതന്റെ കാര്യം പറയാനാ. എന്ത് കാര്യം? അവൻ ചീത്തയല്ലെന്നും മനസ്സ് മാറിയെന്നും പിന്നെ അതല്ലാതെ ഭരതനെ പറ്റി മറ്റെന്തെങ്കിലും പറഞ്ഞോള്? ഇല്ലേ? ഇല്ല. ഭരതന്റെ കുടുംബം ചത്തു തുറഞ്ഞ കഥ പറഞ്ഞോള്. ഭാരതൻ നല്ലവനാണെന്ന് പറയാൻ മാത്രമായിട്ട് അവൻ അവിടെ നിന്നോ? അവൻ നല്ലവനാന്ന് നിന്നോട് മാത്രം എന്തിനാണ് പറഞ്ഞത്? ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് അശ്വതിയെയും ഭരതനെയും ഒന്നിച്ചു ചേർക്കാൻ സഹായം ചോദിച്ചു വന്നോ? അപ്പൊ നീ എന്താ പറഞ്ഞത് മറുപടിയായിട്ട്? പറ്റില്ല എന്ന് പറഞ്ഞു. നായിന്റെ മോനെ, കള്ളം പറയുന്നോടാ. വേറൊന്നും പറഞ്ഞില്ലടാ. ഇല്ല. എന്റെ കണ്ണിൽ നോക്കി പറയടാ. ഇല്ല. ഭാരതന്റെ അച്ഛനും അമ്മ അനിയത്തിയൊക്കെ കൊല്ലപ്പെട്ടാണെന്ന് പറഞ്ഞോ? എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത്? നീ അല്ലടാ ഇപ്പൊ അവളുടെ മനസാക്ഷി സൂക്ഷിപ്പായിരുന്നു. ഞാൻ പറഞ്ഞതല്ലാതെ വേറൊന്നും അവരെന്നോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാലോ? അപ്പോഴെന്നെ കൊന്നോളൂ. നിശ്ചയമായിട്ടും കൊല്ലും ഞാൻ. പറഞ്ഞതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങിന്ന് കരുതണ്ട. ഇപ്പൊ സംശയത്തിന്റെ ചെറിയൊരു ആനുകൂല്യം നിനക്ക് തരാ ഞാൻ. സത്യം നീ പറഞ്ഞതല്ലെന്ന് ഞാൻ അറിഞ്ഞാൽ, ഭാനുമതി എന്നോട് വേറൊരു കഥ പറഞ്ഞാൽ അന്ന് നിന്റെ അന്ത്യമായിരിക്കും. വണ്ടി ഇറ.